ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം വീഡിയോയ്ക്ക് അത്യാവശ്യമായൊരു സാധനമാണ് നമ്മൾ ബുക്ക് ചെയ്ത് മേടിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നെങ്ങനെയാണെന്ന് വെച്ചാൽ ഗോപ്രോ ഹീറോ 10 ആണ് നമുക്ക് മേടിച്ചേക്കുന്നത് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മാസമാണ് നമുക്ക് ഇതിൻ്റെ വാറൻറ്റി തന്നെ കേട്ടോ, മന്ത്ലി വാറൻറ്റി. പിന്നെ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4K റെസൊല്യൂഷനാണ് ഷൂട്ടിങ് വീഡിയോയും കാര്യങ്ങളൊക്കെ. പിന്നെ 23 MB ക്യാമറ. പിന്നെ അണ്ടർ വാട്ടർ ഒരു 10 ഫീറ്റോളം താഴ്ത്തി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ വോയിസ് കൺട്രോള്, പിന്നെ ടെക്സ്റ്റിൻ്റെ സ്ലോമോ ഷൂട്ട്, പിന്നെ ലൈവ് സ്ട്രീമൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഫോട്ടോസ് സൂപ്പർ ഫോട്ടോസ് HDR ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ബോക്സിൻ്റെ അകത്ത് ബാക്കി എന്തൊക്കെ കാര്യങ്ങളൊക്കെ മുന്നേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇതാണ് കേട്ടോ, ഇതിൻ്റെ അകത്ത് ഓരോ സാധനമായിട്ട് ചെറുതായിട്ട് എഴുതി വെച്ചേക്കണം. നമുക്ക് ഇനി ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. ഇത്രയും ഫീച്ചേഴ്സ് ഈ ക്യാമറയ്ക്കകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോക്സ് തുറക്കുമ്പോൾ കാരണം ഇങ്ങനൊരു കാർഡാണ്. ഈ കാർഡിൻ്റെ അകത്ത് QR കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ വാറൻറ്റി രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ഒരു കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നും പിന്നെ അതിൻ്റെ സ്റ്റിക്കറും ആണ് വന്നത്. പിന്നെ മൂന്നാമതൊരു ബുക്ക് വന്നേക്കുന്നത് കഴിഞ്ഞാൽ ക്യാമറ ഫുള്ളായിട്ട് മാനുവലായിട്ട് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊരു ബുക്കാണ് നമുക്ക് തന്നേക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്തൊരു C ടൈപ്പ് OTG കേബിൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടിയേക്കണത് C ടൈപ്പ് OTG കേബിളും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ ഹെൽമെറ്റിൻ്റെ മേളിൽ ഉറപ്പിക്കാനുള്ളൊരു ക്ലാമ്പ് പോലത്തെ സെറ്റപ്പും. അതിൻ്റെ അത് അടിയിൽ തന്നെ ഒരു 3mm സ്റ്റിക്കറും വന്നിട്ടുണ്ട്, അടിപൊളി ക്വാളിറ്റി. പിന്നെ അതിൻ്റെ അത് ഈ കാണാൻ ബാറ്ററി, നമ്മുടെ ഗോപ്രോയുടെ ബാറ്ററിയാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് പാക്കേജ് ആയിട്ടാണ് തന്നെയുണ്ട്. പിന്നെ ഇതിൻ്റെ മൗണ്ട്, ഗോപ്രോയുടെ മൗണ്ട്, ത്രെഡ് ലോക്കില്ല അതുമാണ് ഇതിൻ്റെ അകത്ത്. ഇത്രയും സാധനങ്ങളാണ് തന്നെ. പിന്നെ നമ്മളെ മെയിനായിട്ടുള്ള ക്യാമറ ഗോപ്രോ ആണ്. അതും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 2 ഡിസ്പ്ലേ ആണ് വന്നത്, ഒന്ന് ബാക്കിലും ഒന്ന് ഫ്രണ്ടിലും. പിന്നെ ക്യാമറ, ഈ 3 ഡിസ്പ്ലേ. അപ്പോൾ നമുക്ക് പയ്യെ ഇത് പൊളിച്ച് നോക്കാം കേട്ടോ. സ്ക്രാച്ച് വീഴാതിരിക്കാൻ വേണ്ടി അവർ ഇതാക്കി വെച്ചേക്കണതാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റി ബാറ്ററി ആക്കിയിട്ട് ഓണാക്കി നോക്കാം. അപ്പോൾ ഫുള്ള് ഇതിനകത്ത് സ്റ്റിക്കറും കവറ് ആയിട്ടാണ് വന്നേക്കുന്നത്. കാരണം ഒരു കാരണവശാലും ക്യാമറയ്ക്ക് ഡാമേജ് സ്ക്രാച്ച് ഒന്നും വീഴാത്ത രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്ത് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിത് മാറ്റിയിട്ട് ഇതിൻ്റെ അകത്ത് ബാറ്ററി ആക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഓണാക്കി നോക്കാം. നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വേറെ സെപ്പറേറ്റ് നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഒട്ടിക്കാനായിട്ട് ഗ്ലാസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും ഒട്ടിച്ച് റെഡിയാക്കിയിട്ട് നമുക്ക് ഓണാക്കി നോക്കാം. പക്ഷേ ഇതിൻ്റെ മുകളിലൊരു ബട്ടൺ വന്നിട്ടുണ്ട്. പിന്നെ താഴെ ഇതിൻ്റെ മൗണ്ട് ഫിറ്റ് ചെയ്യാനുള്ള ഇപ്പോൾ ഈ സൈഡിൽ കണ്ട ബട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതതിൻ്റെ പവർ ബട്ടൺ. ഇതിനകത്തൊരു കാർഡ്, ഇതിൻ്റെ അകത്ത് നമുക്ക് ഗോപ്രോയുടെ 3 സ്റ്റിക്കറും പിന്നെ അതിൻ്റെ അകത്ത് അതിൻ്റെ ഹെൽമെറ്റിൻ്റെ മൗണ്ട് എങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യണമെന്നും ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ പുറകിൽ തന്നെ, ആ കാർഡിൻ്റെ പുറകിൽ തന്നെ നമ്മൾ ബാറ്ററിയും കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ലോക്ക് ഉണ്ട്, അത് പയ്യെ ബാക്കോട്ട് താഴത്തോട്ട് പഞ്ച് ചെയ്യുമ്പോൾ ലോക്ക് ഓപ്പൺ ആയി വരും.
ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ബാറ്ററി ഇട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്യേണ്ട ഇത് എന്താ ഒരു എല്ല് പോലത്തെ കട്ടിങ് ഉണ്ട്. അപ്പോൾ ആ ഭാഗം മേളിലത്തെ സൈഡിൽ വന്ന പോലെ ഇതിട്ട് നമുക്ക് റെഡിയാക്കിയിട്ട്, അപ്പോൾ ഈ ബാറ്ററിയുടെ തൊട്ട് താഴെ തന്നെയാണ് SD കാർഡിൻ്റെ ഇതും തന്നെ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിത് ചാർജ് ചെയ്യാനിടാം. അപ്പോൾ കേബിള് കുത്തിയിട്ടിട്ടുണ്ട്. ചാർജ് ചെയ്യാനിട്ടാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചത്. അപ്പോൾ ഈ സൈഡിലാണ് ഇവിടെ C ടൈപ്പ് ചാർജർ തന്നെ. അപ്പോൾ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ 0% ചാർജാണ്. ഫസ്റ്റ് തന്നെ ഇത് നമുക്ക് ചാർജ് ആക്കാം, ഫുൾ ചാർജ് ആക്കാം. അപ്പോൾ ചാർജ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ C ടൈപ്പ് നേരത്തെ പറഞ്ഞ പോലെ C ടൈപ്പ് കേബിളാണ് ചാർജ് ചെയ്യാൻ വരുന്നത്. ചാർജ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാനുള്ള പരിപാടി നമുക്ക് നോക്കാം. ഈ സ്ക്രീൻ ഗാർഡ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ബുക്ക് ചെയ്തേക്കണേ. ഇതിൻ്റെ അകത്ത് തന്നെ 3 സ്ക്രീൻ ഗാർഡ് ഒരുമിച്ചാണ് വന്നെ. ഫ്രണ്ടിലത്തെ ക്യാമറയുടെ, ഡിസ്പ്ലേയുടെ, പിന്നെ ബാക്കിലത്തെ ഡിസ്പ്ലേയുടെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ അകത്ത് 3 പ്രൊസീജിയറാണ് കാണിക്കുക. ഒന്ന് ലിക്വിഡ് വൈപ്പ് ചെയ്യണ ഒരു ടിഷ്യൂ പേപ്പർ പോലത്തെ ഇതും, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് പാർട്ട് ഒരു ടിഷ്യൂവും, പിന്നെ ഒരു ഗ്ലൂ ഉള്ള ഒരു സ്റ്റിക്കറും. അത് ഗ്ലൂ ഉള്ള സ്റ്റിക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും ലാസ്റ്റ് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലൊരു പൊടി പോലെ ഉണ്ടെങ്കിൽ ഇത് വെച്ച് ഒടിച്ചെടുക്കുമ്പോൾ പൊടിയെല്ലാം പോകും. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ ക്യാമറയിൽ ഗ്ലാസും കാര്യങ്ങളും നമുക്ക് ക്ലീനായിട്ട് നമുക്ക് ഒട്ടിച്ച് നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. നമുക്ക് വയ്യ ഓരോ ഗ്ലാസ് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞ പോലെ ലിക്വിഡുള്ള പേപ്പർ വെച്ച് നമ്മൾ ലെൻസ് തടച്ചിട്ട്, അത് കഴിഞ്ഞിട്ട് സെക്കൻഡായിട്ട് വെറും ഡ്രൈ ആയിട്ടുള്ള ഇത് വെച്ച് തുടച്ച് എന്നിട്ട് പൊടി ഉണ്ടെങ്കിൽ മാത്രം, എന്നിട്ടും പൊടി നമുക്ക് കണ്ണിൽ ലെൻസിൽ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളൊന്നും കൂടെ മറ്റേ ആ ഗ്ലൂ ഉള്ള സ്റ്റിക്കർ വെച്ച് ക്ലീനാക്കി എടുക്കുക. അപ്പോൾ 3 ഗ്ലാസ്സിന് 3 സെറ്റ് ഇതുപോലത്തെ ക്ലീനിങ് പേപ്പറും പിന്നെ അതിൻ്റെ സ്റ്റിക്കറും നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ഇതിനും ഓരോ ഇത് വെച്ച് ക്ലീൻ ചെയ്യണം. അപ്പോൾ പൊടി തീരെ പൊടി ഉണ്ടാകാൻ പാടില്ല. ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തില്ലേ ഡിസ്പ്ലേയിൽ ഡോട്ട് പോലെ വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫുള്ളത് നോക്കിയിട്ട് പൊടി ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇത് ഒട്ടിക്കാൻ പാടുള്ളൂ ഗ്ലാസ്. ഇല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ ഫോണിലൊക്കെ ഗ്ലാസ് ഒട്ടിക്കണ പോലെ ഇടയ്ക്ക് ഒരു ഡോട്ടും കാര്യങ്ങളും വരും. പിന്നെ എയർ വരാതെ നോക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ നീളത്തിലുള്ള 2 സ്റ്റിക്കർ തന്നിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ്സിന് സപ്പോർട്ട് കൊടുത്തിട്ട് ഗ്ലാസ് GoPro ആയിട്ട് ഒരു കറക്റ്റ് ലെവലിലാണ് ഇരിക്കണമെന്നുള്ള സെറ്റപ്പിൽ ഒട്ടിച്ചിട്ട് നേരെ ബാക്കിൽ നിന്ന് ഗ്ലൂവിൻ്റെ ആ പേപ്പർ ഒട്ടിച്ച് മാറ്റിയിട്ട് നേരെ ഒട്ടിക്കുക. അപ്പോൾ ഈ ഗ്ലാസ്സൊക്കെ മേടിച്ച് നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മളെ GoProയിലും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാൻ പറ്റും കേട്ടോ. കാരണം അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ ആ കവറിൻ്റെ അകത്ത് തന്നെ ഡിസ്പ്ലേയുടെ കവറിൻ്റെ അകത്തും ആ വൈപ്പ് ചെയ്യുന്നതിൻ്റെ പേപ്പറിൻ്റെ കവറിൻ്റെ അകത്തൊക്കെ എഴുതിയേക്കണോണ്ട് നമുക്ക് തന്നെ ഒട്ടിക്കാം. സ്വന്തമായിട്ട് നമുക്ക് തന്നെ ഒട്ടിക്കാൻ പറ്റുന്ന ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ക്രീൻ ഗാർഡൊക്കെ ഒട്ടിച്ചിട്ട് GoPro അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.